എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21.04 വെർഷൻ ഉബുണ്ടു ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഹെയർസൂട്ട് ഹിപ്പോ എന്ന് പറയുന്ന ഹിപ്പോ വെർഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ അതിന് ശേഷം അതൊരു LTS വെർഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഡീഗ്രേഡ് ചെയ്ത് 20.04.01 എന്നുള്ള വെർഷനാണ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പം വീണ്ടും അത് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ എന്താ പറയുക, അത്രയും ടൈം കൂടെ പോകുമെന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തതെന്ന് പറയാനായിട്ട് സ്ക്രീൻ റെക്കോർഡറും പിന്നെ VLC മീഡിയ പ്ലെയറും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 21 വെർഷനകത്ത് ഹെയർസൂട്ട് ഹിപ്പോയ്ക്കകത്ത് വരുമ്പോൾ അതിനകത്ത് നമുക്ക് സ്ക്രീൻ റെക്കോർഡർ വർക്ക് ചെയ്യത്തില്ല. അതൊരു ബീറ്റ വെർഷൻ ആയതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡർ വർക്ക് ചെയ്യത്തില്ല. അപ്പം ഷെയ്ക്ക് വരാതിരിക്കാൻ മൊബൈൽ വെച്ചെടുത്ത കാരണം ഷെയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് കരുതിയത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം 18 ആ ഒരു വെർഷനുമായിട്ട് ചെറിയ വ്യത്യാസം മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകതകളൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പം ഞാൻ കഴിഞ്ഞ നമ്മൾ ഹെയർസൂട്ട് ഹിപ്പോ വെർഷനകത്ത് നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് കണ്ട ഒരു പ്രത്യേകതയായിരുന്നു ഈ അപ്പിയറൻസ് എന്നുള്ളത്. അപ്പോൾ ആ സെയിം തന്നെ ഇതിലും വരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ എന്താ പറയുക, അതിൻ്റെ തൊട്ട് താഴെയുള്ള വെർഷനിലും ഇപ്പോൾ അപ്പിയറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയൺ ആൻഡ് ലാംഗ്വേജ്. അപ്പോൾ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ നെറ്റ് എനേബിൾ ചെയ്തിട്ടില്ല. നെറ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് നമ്മുടെ ലാംഗ്വേജ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ യൂണിവേഴ്സൽ ആക്സസ്, യൂസർ സെറ്റിങ്സ്, യൂസറിൻ്റെ ഇമേജ്, ഇവിടുത്തെ ഈ ഇമേജ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക, അത് പേര് മാറും. പിന്നെ ഈ ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ടേക്ക് എ പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ വെബ് ക്യാം ഓപ്പൺ ആകും. അല്ലാതെ സെലക്ട് എ ഫയൽ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇമേജ് എവിടെയാണോ സ്റ്റോർ ആയിരിക്കുന്നത് ആ ഫോൾഡർ സെലക്ട് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ പാസ്വേഡ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഓട്ടോമാറ്റിക് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ബൂട്ട് ചെയ്ത് ഓണായി വരുമ്പോഴത്തേക്കിനും പാസ്വേഡ് ചോദിക്കില്ല, ഡയറക്റ്റായിട്ട് തന്നെ ഓണായി വരും. പിന്നെ ഡേറ്റ് ടൈം ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാളേഷൻ്റെ ടൈമിൽ തന്നെ കൊടുക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഡേറ്റ് ആൻഡ് ടൈം കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ നെറ്റ് കണക്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ മൊബൈലിൽ പോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയി വരുന്നതാണ്. പിന്നെ 24 മാറ്റി AM PM കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തത്. പിന്നെ അബൌട്ടിൽ കയറി കഴിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ OS നെയിമിൻ്റെ അവിടെ Ubuntu 20.04.01 LTS എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഗ്നോം വേർഷൻ 3.36.3 അങ്ങനെയാണ് അതിൻ്റെ വെർഷനുകൾ കാണിക്കുന്നത്. പിന്നെ ഗ്രാഫിക്സ് Intel HD ഗ്രാഫിക്സ് 2000, അത് അതിൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. 4GB മെമ്മറിയാണ്. പിന്നെ പ്രോസസ്സർ കാണിക്കുന്നുണ്ട്, i3 പ്രോസസ്സർ. ഡിസ്ക് കപ്പാസിറ്റി ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇതിൻ്റെ ഈ ഡെസ്ക്ടോപ്പിൽ നമ്മൾ ഹാർഡ് ഡിസ്ക് ആഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ 320GB ആണ്. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള വ്യത്യാസം എന്ന് പറയാനായിട്ടുള്ളത്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ നേരത്തെ ഉണ്ട്. പിന്നെ ഓൺലൈൻ അക്കൗണ്ട് നമ്മൾ ഉബുണ്ടുവിൽ നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലൗഡ് ബാക്കപ്പ് നമുക്ക് കിട്ടുന്നതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് എ പിക്ചർ എടുക്കുക. നമുക്കിപ്പോൾ ഞാൻ പിക്ചർ ഫോൾഡറിലൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കിവിടെ ആഡ് ആകും. എന്നിട്ട് ഇതിന് ഇത് ആഡ് ആയി കഴിഞ്ഞ് ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ
സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരും. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, കാരണം ഇത് HD മോണിറ്ററിൽ ഞാൻ VGA കേബിൾ ഉപയോഗിച്ചാൽ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മോസില്ല ഉണ്ട്, പിന്നെ തണ്ടർബേർഡിൻ്റെ മെയിൽ സർവീസ് ഉണ്ട്. ഇത് എന്താ പറയുക, ഔട്ട്ലുക്ക് പോലെ അത്രയ്ക്ക് പ്രയാസമുള്ളതൊന്നുമല്ല, ഈസിയറാണ്. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ സിങ്ക്രണൈസ് ചെയ്യേണ്ട താമസമേ വരുന്നുള്ളൂ. പിന്നെ അഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലില്ലാത്തതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തിനകത്ത് നമുക്ക് ഓഫീസിൻ്റെ ഒരു ഓൾ ഇൻ വൺ ഐക്കൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടിയതെന്ന് വെച്ചാൽ അതിൽ നിന്നും ചൂസ് ചെയ്ത് ഓപ്പൺ ആക്കി ജസ്റ്റ് ക്ലോസ് ചെയ്ത് ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് ഇതിൽ ആ അപ്ഡേഷൻ വന്നിട്ടില്ല. ഓരോന്ന് നമുക്കിപ്പം ലീബ്ര ഓഫീസാണ് വേണ്ടിയതെങ്കിൽ അത് ഓപ്പൺ ആക്കണം, നേരെ മറിച്ച് ലീബ്ര ഓഫീസ് ഷീറ്റ് അല്ലെങ്കിൽ റൈറ്റർ ആണെങ്കിൽ റൈറ്റർ നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ പ്ലെയറിന് റിതം ബോക്സ് ഉണ്ട്. ഇത് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഡിഫോൾട്ട് വരുന്നതിൽ എല്ലാ ഫയലും സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ VLC പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്തത്. VLC ആകുമ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് നടക്കും. ഒരു ഫയൽ കൺവേർട്ട് ചെയ്യുന്നത് വരെ അതിൽ നടക്കുന്ന കാര്യമാണ്. പിന്നെ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യാനായിട്ടുള്ള, പിന്നെ യൂട്ടിലിറ്റീസിൽ അതിലുള്ളതൊക്കെ തന്നെയാണ് യൂട്ടിലിറ്റീസിൽ ഇവിടെയും വന്നിരിക്കുന്നത്. പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ളത്, പിന്നെ പാസ്വേഡ് നമുക്ക് സേവ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇതിൽ അഡീഷണലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 2 അപ്ഡേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പുറകെ കിട്ടുന്ന 2 അപ്ഡേഷൻ ഉണ്ട്. അത് തൽക്കാലം ഇതിൽ നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് എറർ കോഡാണ് വരുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ അവർക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിപ്ലൈ വന്ന ശേഷം ഞാൻ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഉബുണ്ടു ഇൻസ്റ്റാളേഷന് ശേഷം ഇതിനകത്ത് ഇനി വൈനോ അല്ലെങ്കിൽ EXE ഫയലോ നമ്മൾ ഇടുന്നില്ല. പ്യുവറായിട്ട് ഉബുണ്ടുവായി തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ നീഡ്സിന് വേണ്ട ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. കാരണം രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് വല്ലാണ്ട് കൂടും. അതുകൊണ്ട് ജസ്റ്റ് ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പം ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലത്തെ പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഞാൻ പഴയ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ പവർ ISO ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഓൾമോസ്റ്റ് എനിക്ക് 2-3 കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, EXE ഗെയിം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന്. പിന്നെ എല്ലാ ഗെയിമൊന്നും നമ്മൾ വൈൻ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചിലതിൻ്റെയൊക്കെ ഇൻസ്റ്റാളർ ഫയലും നമുക്കിതിൽ വന്നെങ്കിൽ മാത്രമേ വൈൻ ഉപയോഗിച്ച് ഒരിക്കലും എല്ലാ സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിനകത്ത് ഇൻസ്റ്റാളർ ഫയലുണ്ട്. അത് ഉബുണ്ടുവിന് പറ്റിയ ഫയൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കത്തുള്ളൂ. .sh എക്സ്റ്റൻഷൻ വരുന്ന ഫയലുകളുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ആ കോഡ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ, ടേക്ക് കെയർ.